ഇതാണ് എൻ്റെ വീട്. ഇവിടെയാണ് എൻ്റെ കുടുംബ താമസം. എൻ്റെ കുടുംബം എന്ന് പറയുമ്പോൾ ഞാനും എൻ്റെ ഭാര്യയും പിന്നെ നമ്മുടെ ഒരേ ഒരു മകനും. നമ്മുടേതൊരു പ്രേമവിവാഹമായിരുന്നു. അതുകൊണ്ട് എൻ്റെ വീട്ടുകാരും അവളുടെ വീട്ടുകാരും പിണക്കത്തിലായിരുന്നു. വർഷങ്ങൾ കഴിയുന്തോറും പിണക്കം പതിയെ പതിയെ മാറുമെന്ന് വിചാരിച്ചു. പക്ഷേ അത് പതിയെ പതിയെ കൂടുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഞങ്ങൾ കരുതി അങ്ങനെ തന്നെ അങ്ങ് പോട്ടെ എന്ന്. പക്ഷെ എൻ്റെ അനുജൻ, അവൻ വല്ലപ്പോഴും ഒക്കെ വരും നമ്മളെ കാണാൻ. അത് എൻ്റെ ടോണിമോനോടുള്ള സ്നേഹം കൊണ്ടാ. ഈ കുടുംബത്തിന്റെ ഐശ്വര്യം അവനാണ്. അവനെ സ്നേഹിച്ച് കൊതി തീരാത്തത് കൊണ്ടാണ് ഞങ്ങൾ രണ്ടാമതൊരു കുഞ്ഞിനെക്കുറിച്ച് ചിന്തിക്കാത്തത് തന്നെ. നിങ്ങൾക്ക് അവനെ കാണണ്ടേ? വാ. എന്റെ പൊന്നുമോൻ. ഇവൻ ഇന്നലെ ഒരുപാട് താമസിച്ചാ കിടന്നുറങ്ങിയത്. അതുകൊണ്ടാണ് ഈ ഉറക്കം. വളർന്നു വരുന്ന കുട്ടിയല്ലേ, ഉറക്കം അത്യാവശ്യമാണ്. പഠിക്കാനായാലും മറ്റുള്ള കാര്യങ്ങൾക്കായാലും നല്ല മിടുക്കനാ. സ്കൂളിൽ അവനൊരു ഹീറോയാ. എല്ലാവർക്കും നല്ലതേ പറയാനുള്ളൂ. ഇതൊക്കെ കേൾക്കുമ്പോൾ അപ്പനെന്ന നിലയിൽ എനിക്ക് ഭയങ്കര അഭിമാനമാണ്. മോനെ എഴുന്നേൽക്ക്, സമയമായി. ആ കാപ്പി എടുത്ത് കുടിച്ച് നീ പെട്ടെന്ന് റെഡി ആയിക്കോ, ഇല്ലെങ്കിൽ നീ എന്റെ കൈ നല്ല വാങ്ങിക്കും. ഇതാണ് ഞാൻ പറഞ്ഞ എന്റെ മേരി. ഭയങ്കര ചുണ്ടിക്കാരിയാണ്, എന്നാലും ഭയങ്കര സ്നേഹമുള്ളവളാ. എല്ലാം ഉപേക്ഷിച്ച് എന്റെ കൂടെ ഇറങ്ങി വന്നവൾ. എനിക്കച്ചായ, ഇന്നെന്താ എത്ര ക്ഷീണം? അവനും എഴുന്നേറ്റിട്ടില്ലല്ലോ. നിങ്ങളാണ് എടുത്ത് തലയെ വെച്ച് വഷളാക്കുന്നത്. മരിച്ചുപോയ അവന്റെ അപ്പച്ചൻ പോലും അവനെ ഇത്രയും കൊഞ്ചിച്ചിട്ടില്ല. എന്നോട് ക്ഷമിക്കണം. ഞാൻ മരിച്ചുപോയ കാര്യം മാത്രം നിങ്ങളോട് പറഞ്ഞിട്ടില്ല. അത് മറ്റൊന്നും കൊണ്ടല്ല. എന്റെ ഭാര്യയുടെയും മകന്റെയും കൂടെ ജീവിച്ച് എനിക്ക് കൊതി തീർന്നിട്ടില്ല. അതുകൊണ്ട് മരിച്ചുവെന്ന സത്യം എനിക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടുമില്ല. ഇതുപോലെ വല്ലപ്പോഴും അവരറിയാതെ അവരുടെ അരികിൽ വന്നിരുന്ന് കണ്ടിട്ട് പോകും. ഞാൻ മരിച്ച് എന്റെ മേരിയും കുഞ്ഞും ഒറ്റയ്ക്കായപ്പോൾ അവരെ സംരക്ഷിക്കാൻ അവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്റെ ഒരേ ഒരു സുഹൃത്താ ക്ലീറ്റസ്. കല്യാണം പോലും വേണ്ടെന്ന് വെച്ച് ജീവിച്ചിരുന്ന ഒരു പരമസാത്വികൻ. എന്റെ കുടുംബം നശിക്കാതിരിക്കാൻ വേണ്ടിയാണ് അവൻ മേരിയെ കല്യാണം കഴിച്ചത്. അതോടെ എന്റെ കുടുംബത്തെക്കുറിച്ചുള്ള ദുഃഖം അവസാനിച്ചു. പക്ഷേ ഈ അടുത്തായി എന്റെ കുഞ്ഞിനെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ അലട്ടുന്നുണ്ട്. അവനിപ്പോ പഠിത്തത്തിലൊന്നും ശ്രദ്ധിക്കുന്നുമില്ല. പഴയ ഉഷാറുമില്ല. എപ്പോഴും മുട്ടിപ്പായി പ്രാർത്ഥനയാ. ഇതറിഞ്ഞ പുണ്യാളനാണ് എന്നോട് പറഞ്ഞത് അവിടം വരെ പോയി കാര്യങ്ങളൊന്ന് തിരക്കി വന്നു. ഇവിടെ ഒരു കുറവും ഞാൻ കാണുന്നില്ല. പിന്നെ എല്ലാം കർത്താവ് നോക്കിക്കോളും. വെറും പാവമായിരുന്നു എൻ്റെ പപ്പ. അതല്ലേ ഒരു ചെറിയ പനി വന്ന് വിളിച്ചപ്പോൾ നമ്മളെയൊക്കെ തനിച്ചാക്കി പോയത്. കർത്താവേ, എന്നെ എൻ്റെ അമ്മച്ചിയും കാത്തോളണേ. എൻ്റെ അപ്പച്ചന് സ്വർഗവാതിൽ തുറന്നു കൊടുക്കണേ. ഈ വീട്ടിലുള്ള ദുഷ്ടനെ എത്രയും പെട്ടെന്നൊന്ന് വിളിക്കണമേ. അയാൾ വെറും പന്നയാ. എപ്പോഴും എന്നെ കെട്ടിപ്പിടിക്കുകയും മുത്തം വയ്ക്കുകയൊക്കെ ചെയ്യും. ഇതൊക്കെ എനിക്ക് ആരോടും പറയാൻ കഴിയില്ല. നീ എവിടെ എന്തെടുക്കുവാ? സ്കൂളിൽ പോകുന്നില്ലേ? ടോണി, നീ കളിക്കാതെ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അമ്മച്ചി, ഞാൻ ഡ്രസ് ചെയ്യുവാ. അന്ന് നീ പെട്ടെന്ന് വാ. ഡൈനിങ് ടേബിളിൽ ഞാൻ ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ശരി അമ്മച്ചി. കർത്താവ്, ഇനി ഇവിടെ വന്ന അമ്മച്ചി എന്നെ അടിക്കും. ഞാൻ പോവുക.
എന്നെ എന്താ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലേ? ഇങ്ങനെ തുറച്ചു നോക്കാൻ. എന്താ മോനെ ഇത്? പപ്പായുടെ ഒരു സ്നേഹം ഇല്ലാത്തതുപോലെ. നിങ്ങൾ എന്റെ പപ്പയൊന്നുമല്ല. എന്തിനാ നിങ്ങളവിടെ നിൽക്കുന്നത്? എന്റെ അമ്മച്ചി നോക്കാൻ എനിക്കറിയാം. മോന്റെ നാക്കല്പം കൂടുന്നുണ്ട്. എന്നാണ് അമ്മച്ചിയുടെ സ്വഭാവം മാറുന്നതെന്ന് പറയാൻ പറ്റില്ല. അന്ന് എന്റെ മോന് പെരുന്നാളായിരിക്കും. നിങ്ങൾക്കല്ലേലും ഇത് തന്നെ വേണം. അവനെ ലാളിച്ചും കൊഞ്ചിച്ചും വഷളാക്കി വെച്ചേക്കുവാ. അതുകൊണ്ട് അവൻ നിങ്ങൾക്ക് ഒരു വിലയും തരാത്ത. എപ്പോഴും എടുത്ത് മടി വെച്ചിരിക്കുക കൊഞ്ചിക്കാൻ. എന്തിനാ മേരി എന്റെ കുഞ്ഞിനോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഇയാളെന്നെ മടി പിടിച്ചിരുന്നത് കൊഞ്ചിക്കാനൊന്നുമല്ല, മറ്റു പലതിനുമാണ്. വന്ന് വന്ന് എന്ത് പറയാന്നായോ? എണീറ്റ് പോടാ. എന്താ എന്റെ മേരി ഇത്? അവനൊരു കൊച്ചു കുട്ടിയല്ലേ. അവൻ അറിയാതെ എന്തോ പറഞ്ഞെന്നും പറഞ്ഞ് കഴിച്ചോണ്ടിരുന്ന അവനെ നീ എണീപ്പിച്ചു വിട്ടില്ലേ? കൊച്ചാണെന്ന് കരുതി എന്തു പറയാമോ? മേരി, ഇതൊന്നും അവൻ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല. TV തുറന്നാൽ എന്തൊക്കെയാ കാണുന്നത്? അച്ഛൻ മകളെ പീഡിപ്പിച്ചു, അനിയത്തിയെ ചേട്ടൻ പീഡിപ്പിക്കുന്നു. ഇതൊക്കെ കണ്ടല്ലേ അവൻ വളരുന്നത്. അപ്പോ രണ്ടാനാച്ചനായി എന്നെക്കുറിച്ചും അവൻ അങ്ങനെയൊക്കെ തോന്നും. ഞാൻ കാണിക്കുന്ന സ്നേഹം അവൻ മറ്റൊരു രീതിയിൽ കാണുന്നതിൽ അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നീ സമൂഹത്തിൽ നടക്കുന്ന ഓരോന്ന് കാണുമ്പം ആരായാലും അങ്ങനെയൊക്കെ ചിന്തിക്കൂ. കുറച്ചുകൂടി പ്രായമാകുമ്പോ അവൻ നമ്മളെ മനസ്സിലാക്കും. എന്നെ എന്തു പറഞ്ഞാലും ഞാൻ സഹിച്ചോളാം. അവന്റെ മനസ്സ് നൊന്താ എന്റെ അലോഷിയുടെ ആത്മാവ് സഹിക്കൂല. എനിക്ക് വേണ്ടിയല്ല, അവന് വേണ്ടിയാ ഞാൻ രണ്ടാമതൊരു കല്യാണത്തെക്കുറിച്ച് ചിന്തിച്ചത് തന്നെ. എന്തായാലും എന്റെ തീരുമാനം തെറ്റിയില്ല. എന്നെയും മോനെയും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളെ തന്നെ എനിക്ക് കിട്ടിയല്ലോ. എന്താ മോനെ ഇത്? നീ ഭക്ഷണം പോലും കഴിക്കാതെ ഇറങ്ങിപ്പോകുന്നത് പപ്പായ്ക്ക് സങ്കടമായി. കണ്ടില്ലേ, പപ്പ പോലും ഭക്ഷണം കഴിച്ചിട്ടില്ല. അമ്മച്ചോടുള്ള ദേഷ്യം കൊണ്ടാണെങ്കിൽ വേണ്ട, പപ്പ നല്ല വഴക്ക് കൊടുത്തിട്ടുണ്ട്. എന്റെ അമ്മച്ചെല്ലാം പറഞ്ഞോണ്ടല്ലോ നിങ്ങളെ ഞാൻ. മോനെ, വഴക്ക് പറഞ്ഞു എന്നല്ല, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയെന്നാ പപ്പ ഉദ്ദേശിച്ചത്. നിങ്ങളൊന്നും പറയണ്ട. നിങ്ങൾ വന്നതിന് ശേഷമാണ് എന്റെ അമ്മച്ചിക്ക് എന്നോടുള്ള സ്നേഹം ഇല്ലാണ്ടായത്. ഞാൻ പറയുന്നത് വിശ്വസിക്കാതായത്. എന്തിനാ ഇങ്ങനെ കടിച്ചു തൂങ്ങി ഇവിടെ കിടക്കുന്നത്? എന്റെ അമ്മച്ചി എനിക്ക് തന്നിട്ട് നിങ്ങൾക്ക് വേറെ എങ്ങോട്ടെങ്കിലും പൊയ്ക്കൂടെ? മോനെ, ഇത് റോഡാണ്. മോൻ പറയുന്നത് എല്ലാവരും കേൾക്കും. കേൾക്കുന്നവരെന്താ കരുതുക? നമ്മുടെ കുടുംബത്തിൽ ഐക്യമില്ല എന്നല്ലേ? അതുകൊണ്ട് മോൻ വണ്ടിയിലോട്ട് കയറ്, പപ്പ സ്കൂളിൽ കൊണ്ടാക്കാം. ഞാൻ നടന്നു നോക്കിയോളാം, നിങ്ങൾ നോക്കിയോ. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്, അതുകൊണ്ട് നാണം കെടുത്തല്ലേ. മോൻ വണ്ടിയിലോട്ട് കയറ്, അലോഷി വിളിക്കാന്ന് കരുതിയാ മതി. യോ, കൊച്ചു കുട്ടിയല്ലേ, എങ്ങാനും വീണു പോയാലോ? പുറകിലിരിക്കണ്ട, മുമ്പിലിരിക്കാൻ. പോടാ പട്ടി. ഇനിയും ഇയാളെ ഇങ്ങനെ വിട്ടാ പറ്റില്ല. ആരാളിയാ നിന്റെ ആ തടിയാൻ പപ്പായോ? അതെ, ആ പന്നിയെ തന്നെ. വിടാൻ പാടില്ലാളിയാ, ഒന്നുമില്ലെങ്കിലും നമ്മളെ ആണുങ്ങളല്ലേ. എന്നാ പിന്നെ നീ എന്റെ കൂടെ നിൽക്കൂ. എന്നാത്തിനാ? അയാൾക്കിട്ടൊരു പണി കൊടുക്കാൻ. എന്റെ അമ്മച്ചി, എന്നെ കൊണ്ടൊന്നും പറ്റൂല. ആ തടിയനെ കാണുമ്പോഴേ പേടിയാ, പിന്നല്ലേ പണി കൊടുക്കുന്നത്. പോടാ, ഈ കൂട്ടുകാരെന്ന് പറയുന്ന സാധനം ഇങ്ങനെയാ, ഒരാവശ്യത്തിന് ഉപകരിക്കില്ല. നില്ലളിയാ. നീ ഒരു കാര്യം ചെയ്, ആ കടയിൽ ചെന്ന് 2 സിപ്പ് വാങ്ങിച്ചിട്ട് വാ. അതും കുടിച്ച് നമുക്ക് ആലോചിക്കാം. മാമ, 2 സിപ്പപ്പ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, സംഗതി അല്പം കൂടിയ വഴിയാ. നമുക്ക് ഈ കാര്യം ആന്റണി കൊച്ചാപ്പൻ്റെ അടുത്ത് എന്ന് പറഞ്ഞാലോ? പുള്ളിയാകുമ്പോൾ നിനക്ക് വേണ്ടി എന്തും ചെയ്യും. ഈ ബുദ്ധി എന്താ എനിക്ക് നേരത്തെ തോന്നാത്തത്? എല്ലാവർക്കും ഒരേ അളവിൽ ദൈവം ബുദ്ധി കൊടുക്കില്ലളിയാ. പോടാ. കൊച്ചാപ്പൻ എവിടെ പോയാ ഒന്ന് കാണാൻ കഴിയുക? ആ, എൻ്റെ കയ്യിൽ കൊച്ചാപ്പൻ്റെ നമ്പറുണ്ട്.
ഇതോ ആ ബൂത്തിൽ പോയി വിളിക്കാം. പണി പാളി, കാശ് തീർന്നു. ആ വഴിയുണ്ട്, നീ വാ. ചേട്ടാ, നമ്മുടെ സ്കൂൾ ബസ് പോയായിരുന്നു. വീട്ടിലോട്ട് പോകാൻ പൈസ ഇല്ല, അതുകൊണ്ട് വീട്ടിലോട്ടൊന്ന് വിളിക്കണമായിരുന്നു. ചേട്ടൻ്റെ ഫോണും തരൂ. ഓ പിന്നെന്താ, ദാ ഹലോ കൊച്ചപ്പ, ഇത് ടോണിയാണ്. എനിക്ക് അത്യാവശ്യമായി കൊച്ചപ്പനെ ഒന്ന് കാണണമായിരുന്നു. ഞാൻ ഈ സ്കൂളിൻ്റെ അടുത്തുള്ള ബസ് സ്റ്റോപ്പിലുണ്ട്. കൊച്ചപ്പനെ കണ്ടിട്ട് ഞാൻ പോവും. താങ്ക്സ് ചേട്ടാ. നീ പൊയ്ക്കോ, ഞാൻ കൊച്ചപ്പനെ കണ്ടേ വരൂ. ആ ശരിയടാ. കൊച്ചപ്പ, എന്താ മോനെ അത്യാവശ്യം കാണണമെന്ന് പറഞ്ഞത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നമുക്ക് വേറെ എവിടെയെങ്കിലും ഇപ്പോൾ സംസാരിക്കാം. നീ വണ്ടി കയറ്. എന്താ മോനെ, എന്താ കാര്യം? കൊച്ചാപ്പൻ എന്താ ഇപ്പോൾ എന്നെ കാണാൻ വരാത്തത്? എത്ര നാളായി. ലേശം തിരക്കിലായിപ്പോയി മോനെ, അതല്ലേ കൊച്ചാപ്പൻ. അതുകൊണ്ടിപ്പോ എന്നെ ആർക്കും എന്തും ചെയ്യാന്നായി. എന്റെ കുഞ്ഞിനെ ആര് എന്ത് ചെയ്തെന്നാ? മോൻ പറ, സ്കൂളിൽ ആരെങ്കിലും അതോ പുറത്തുള്ള ആരെങ്കിലും? ആരായാലും വേണ്ടില്ല, നിന്റെ അപ്പനെ മരിച്ചിട്ടുള്ളൂ. അവിടെയൊന്നും എന്നെ ആരും ഒന്നും ചെയ്യില്ല. പിന്നെ ചേട്ടത്തി വല്ലതും ചെയ്തോ? ഇല്ല. പിന്നെ ആരാന്ന് വെച്ചാ നീ ഒന്ന് പറയേ. എന്റെ അപ്പനാണെന്ന് പറഞ്ഞ ഒരാളെ പിടിച്ചിട്ടിട്ടില്ലേ, അയാള് തന്നെ. ആര്? ക്ലീറ്റസ് അച്ചായനോ? അയാള് നിന്നെ തല്ലിയോ? അയാളത് വൃത്തിയായിട്ടാനാ. എപ്പോ നോക്കിയാലും എന്നെ മുത്തം വയ്ക്കുകയും കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യും. അയാളാ എന്റെ പ്രശ്നം. മോനെ, അത് നിന്നോടുള്ള വാത്സല്യം കൊണ്ട് ചെയ്യുന്നതാവും. അയാൾക്ക് നീ ഒരു മോനെ പോലെയല്ലേ? ഇതെല്ലാം എന്റെ മോന്റെ തോന്നലുകളാ. ഇതൊന്നും എന്റെ തോന്നലുകളല്ല, സത്യമാണ്. കൊച്ചാപ്പനെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്ക്. ഞാൻ പേടിച്ചിട്ടാ വീട്ടിൽ കഴിയുന്നത്. എനിക്ക് പഴയതുപോലെ പഠിക്കാൻ പറ്റുന്നില്ല, കൂട്ടുകാരോട് സംസാരിക്കാൻ പറ്റുന്നില്ല. ഒന്നുകിൽ ഞാൻ ചാവണം, അല്ലെങ്കിൽ അവളെ കൊല്ലണം. എന്റെ അമ്മച്ചി ഓർത്താ ഞാൻ ചാവാത്തത്. ഞാൻ മരിച്ച എന്റെ അമ്മച്ചിക്ക് വേറെ ആരാ ഉള്ളത്? അതുകൊണ്ടാണ് ഞാൻ കൊച്ചപ്പനെ വിളിച്ചത്. എടാ മോനെ, നീ കരയരുത്. നീ പറയുന്നതേ കൊച്ചപ്പൻ വിശ്വസിക്കൂ. നീ ധൈര്യമായിട്ടിരിക്കേ. നീ ഒരു കാര്യം ചെയ്യ്, ഒന്ന് വണ്ടിയിലോട്ട് കയറ്. നീ വാ. ഹലോ, അച്ഛാ ആൻ്റണിയാണേ. അച്ഛാ എൻ്റെ ഓഫീസിൻ്റെ മുന്നിലുണ്ട്, ഒന്ന് കാണണമല്ലോ. ശരി, വാ. എന്താ ആന്റണി അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞത്? അച്ചായനെ എത്ര നാളായിട്ടറിയാം? അതെന്താ ആന്റണി ഇപ്പൊ അങ്ങനെ ഒരു ചോദ്യം? അലോഷയുടെ കൂടെ ഞാൻ ആദ്യം നിന്റെ വീട്ടിൽ വരുമ്പോ നീ ടോണി മോന്റെ അത്രയല്ലേ ഉണ്ടായിരുന്നുള്ളൂ? അന്നോട്ടുള്ള എന്റെ അച്ഛന് നല്ലതുപോലെ അറിയാമല്ലോ. മരിച്ചുപോയ എന്റെ അച്ചായൻ, അതായത് ഇവന്റെ അപ്പൻ എനിക്ക് ആരായിരുന്നു നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. ഏത് ഘട്ടത്തിലും എന്റെ അച്ചായന് താങ്ങായി നിന്ന ആളാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് എന്റെ ചേട്ടത്തിയെ നിങ്ങളെ കൊണ്ട് കെട്ടിക്കാൻ ഞാൻ മുൻകൈ എടുത്തതും. അതിവിടെ നിങ്ങൾ സ്വന്തം മകനെ പോലെ കരുതുമെന്ന് വിചാരിച്ചിട്ടാണ്. അവനെന്നൊരു പരാതിയുമായിട്ടാണ് എന്റെ മുന്നിൽ വന്നത്. പരാതിയോ? എന്ത് പരാതി? അവനൊരു കുഞ്ഞല്ലേ, അവൻ എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ച്? ആരെന്ത് പറഞ്ഞാലും അവന്റെ വാക്കേ ഞാൻ വിശ്വസിക്കൂ. കാരണം അവൻ എന്റെ ചോരയാണ്. ഇനി ഒരിക്കൽ കൂടി ആരെങ്കിലും അവനെ സങ്കടപ്പെടുത്തുകയോ അവന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വീഴുകയോ ചെയ്താൽ അന്നറിയും ഞാൻ ആരാണെന്ന്. എന്താ ആന്റണി നീ ഇങ്ങനെ സംസാരിക്കുന്നത്? ടോണിമോന് ഞാനൊരു ബുദ്ധിമുട്ടാണെങ്കിൽ ഇപ്പോൾ ഈ നിമിഷം അവിടെ വിട്ടിറങ്ങാൻ ഞാൻ തയ്യാറാണ്. ഒരു കല്യാണം പോലും വേണ്ട എന്ന് കരുതിയിരുന്നവനാണ് ഞാൻ. എന്റെ അലോഷിയുടെ കുടുംബം വഴിയാധാരമാകുമല്ലോ എന്നോർത്ത് മേരിയെ കല്യാണം കഴിച്ചവനാണ് ഞാൻ.
ഒരച്ഛന് ഒരു മകനെ മുത്തമിടാൻ പോലും അവകാശമില്ലെന്നാണോ? അതോ നിങ്ങളാരും എന്നെ അവന്റെ അച്ഛനായിട്ട് കണക്ക് കൂട്ടുന്നില്ലെന്നാണോ? എനിക്ക് ശമ്പളം കിട്ടുന്ന പണം കൊണ്ടാണ് ആ വീട് ഞാൻ നോക്കുന്നത്. മേരിക്ക് കിട്ടുന്ന ശമ്പളം മുഴുവൻ ടോണി മോന്റെ അക്കൗണ്ടിലേക്ക് ഇടാൻ പറഞ്ഞതും ഞാനാണ്. ഞാൻ ഇങ്ങനെ ചെയ്യുമെന്നാണോ നീ കരുതുന്നത്? അച്ചായൻ തെറ്റുകാരനാണോ എന്ന് എനിക്കറിയണ്ട. അവനിഷ്ടമല്ലാത്ത നിങ്ങൾ ചെയ്യണ്ട. എനിക്ക് വലുത് അവന്റെ സന്തോഷമാണ്. ഇനി ഒരിക്കൽ കൂടി എന്നെ ഇവിടെ വരുത്താൻ ഇടവരുത്തരുത്. ടോണി മോനെ, ഇങ്ങ് വാ. എല്ലാം നിന്റെ തോന്നലാ. ഇനി ഒരിക്കലും ഇങ്ങനെയൊന്നും സംഭവിക്കില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ കൊച്ചാപ്പനെ വിളിച്ചാൽ മതി. അച്ചായനിപ്പോ പോവല്ലേ വീട്ടിലോട്ട്? ടോണി മോനെ കൂടെ കൊണ്ടുപോയിക്കോ. എന്തിനാടാ പേടിക്കുന്നേ? ഇത് നിന്റെ പപ്പ അല്ലയോ? അപ്പൊ ഞാൻ വരട്ടെ അച്ചായോ? മുനി വന്നേ, ബാ ഇവിടെ ഇരി. എന്താ മോനെ, പപ്പ മോനോട് കാണിക്കുന്ന ഈ സ്നേഹം മോന് മറ്റു പലതായി തോന്നുന്നുണ്ടല്ലേ? മോനെ, എന്നെ സ്വന്തം അപ്പനായിട്ട് കണ്ടുകൂടെ? ഇതുവരെ ഞാൻ നിന്നോട് ദേഷ്യപ്പെട്ടിട്ടേയില്ല. പിന്നെ എന്തിനാ എന്നോട് ഇങ്ങനെ കാണിക്കുന്നത്? നമുക്ക് നല്ല സുഹൃത്തുക്കളായിട്ട് കഴിഞ്ഞുകൂടെ? ഇതാ ഇതുപോലുള്ള നിങ്ങളുടെ തോണ്ടലുകളാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത്. കൈയെടുക്കട്ടോ. അതെന്താടാ നിനക്കിഷ്ടപ്പെടാത്തത്? ഇരിക്കടവിടെ, കൊന്നുകളയും ഞാൻ. എന്റെ കാശിന് ഉണ്ടുകൊടുത്തും കഴിയുന്ന നിനക്ക് ഞാൻ പറയുന്ന കേൾക്കാൻ എന്താടാ ഇത്ര മടി? നീ കേൾക്കുകയും ചെയ്യും, ഞാൻ പറയുന്നത് ചെയ്യുകയും ചെയ്യും. എന്താടാ നീ ക്ലീറ്റസിനെ പറ്റി വിചാരിച്ചിരിക്കുന്നത്? ഒരു അയ്യോ പാവമാണോ? ഞാൻ ആന്റണി കൊച്ചപ്പനോട് പറഞ്ഞു നോക്കിയോ? ആ പീറ ചെറുക്കൻ എന്നെ ഒരു പുണ്ണാക്കം ചെയ്യാൻ പറ്റില്ല. ഈ സമൂഹത്തിൽ എനിക്കൊരു നിലയും വിലയുമുണ്ട്. അത് കളയാതിരിക്കാനാ അവനോട് ഞാൻ മിണ്ടാതിരുന്നത്, അല്ലാതെ പേടിച്ചിട്ടൊന്നുമല്ല. എനിക്ക് പല ദുശീലങ്ങളുമുണ്ട്. അതൊന്നും ഒറ്റ ദിവസം കൊണ്ട് എനിക്ക് മാറ്റിക്കളയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് നീ കേൾക്കൂ. ഇല്ല, എന്നെ കൊന്നാലും ഞാൻ സമ്മതിക്കില്ല. നിന്നെ ആര് കൊല്ലാൻ? നിന്റെ അമ്മയെ ഞാൻ കൊല്ലും. വൈകുന്നേരം സ്കൂള് വിട്ട് അടുക്കളയിൽ വന്ന് ചായ ഇടാൻ ശ്രമിക്കുമ്പോ സ്റ്റൗ പൊട്ടിത്തെറിച്ച് നിന്റെ അമ്മ മരിക്കും. കാണോടാ? വേണ്ട, എന്റെ അമ്മയൊന്നും ചെയ്യരുത്. ഞാൻ എന്താണെങ്കിലും ചെയ്യാം, പ്ലീസ്. എനിക്ക് എന്റെ അമ്മ മാത്രമേ ഉള്ളൂ. നിങ്ങൾ പറയുന്നത് എന്താണെങ്കിലും ഞാൻ ചെയ്യാം. അപ്പൊ കാര്യങ്ങൾ എളുപ്പമായി. നാളെ നീ എന്നും പോലെ സ്കൂളിൽ പോണം. പക്ഷെ പോകരുത്. 9 മണിയാകുമ്പോൾ മേരി അങ്ങ് പോകും. അത് കഴിഞ്ഞ് നീ തിരിച്ചു വരണം. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് ഞാൻ നിന്നോട് പറയും. അതുപോലെ ചെയ്താൽ മതി. എന്റെ അമ്മയെ ജീവനോടെ വേണമെങ്കിൽ. മേരിയെ, നമ്മുടെ മോൻ ഇന്ന് എന്നോട് ക്ഷമ ചോദിച്ചു. അതെ, അവനോട് പൊറുക്കണമെന്ന്. ഞാൻ പറഞ്ഞു എന്റെ മോനോട് ഞാൻ എന്തിനു ദേഷ്യപ്പെടാനാണ്. ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. ഭാഗ്യം. എന്നാ പറ്റി എന്റെ മോന്? ബുദ്ധി ഉദിച്ചോ? മോൻ എന്തിനാ കരയുന്നേ? പപ്പ നിന്നോട് ക്ഷമിച്ചില്ലേ? മോൻ അകത്തേക്ക് വാ. എടി മേരിയേ, നാളെ എനിക്ക് ലീവാ. പണി വല്ലതും ഉണ്ടെങ്കിൽ ഇപ്പോഴേ പറയണം. ഈ അച്ചായന്റെ ഒരു കാര്യം. വല്ലപ്പോഴും കിട്ടുന്ന ഒരു ലീവല്ലേ? നിങ്ങൾ റെസ്റ്റ് എടുക്ക്. മോൻ വാ, വന്നേ. മണി 9 ആയില്ലേ? നീ ഇനിയും പോകുന്നില്ലേ? ഞാൻ ഇന്നങ്ങ് മടിച്ചു. ഇച്ചായൻ ഒറ്റയ്ക്ക് വീട്ടിൽ നിൽക്കുവല്ലേ, അതുകൊണ്ട് പോകുന്നില്ലാന്ന് വെച്ചു. അതെന്തായാലും നന്നായി. ഒറ്റയ്ക്കിരിക്കണമെന്നുള്ള ഓർത്ത് ഞാനും സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു. ഒരുപാടങ്ങ് സന്തോഷിക്കണ്ട. പോകണ്ടെന്നാ ഞാനും കരുതിയത്. അപ്പോഴാണ് സ്കൂളിൽ നിന്ന് വിളി വന്നത്, ഡിയോടെ ഇൻസ്പെക്ഷൻ ഉണ്ടെന്ന്. അതുകൊണ്ട് ഞാൻ പോവാ. ആ ഗ്യാസ് ഒന്ന് ഓഫ് ആക്കിയേക്കണേ. ശരി, നീ പെട്ടെന്ന് നോക്കൂ.
വരുന്നുണ്ട്. ചായ കുടിച്ചിട്ട് വരാ. ഇപ്പോ ഗ്യാസ് മൊത്തം പോയല്ലോ. തുറക്കാനും പറ്റുന്നില്ലല്ലോ. എക്സോസ്റ്റ് ഇരിക്കൂ. ഇന്നലെ വന്നതേ ഉള്ളൂ, അതുകൊണ്ട് ആരോടും വിളിച്ച് പറയാതിരുന്നത്. ഞങ്ങൾ കരുതി ഹോസ്പിറ്റലിൽ വരാത്തോണ്ട് പിണക്കമായിരിക്കുന്നു. വേറൊന്നും കരുതരുത്. വന്ന് കണ്ടവര് പറഞ്ഞു കേട്ട സഹിക്കില്ല. അവര് പറഞ്ഞത് ഇടുപ്പിന് താഴോട്ടൊന്നും ബാക്കിയില്ല എന്ന. ജീവനോടെ കിട്ടിയത് തന്നെ ഭാഗ്യമാണെന്ന്. ഒരു ഉറുമ്പിനെ പോലും നോക്കിയാത്ത ക്ലീറ്റസിനെ ഗതി വന്നല്ലോ കർത്താവേ. കർത്താവ് എത്ര ക്രൂരനാണോ? നിങ്ങൾ ആരും അത് ഓർത്ത് സങ്കടപ്പെടണ്ട. അദ്ദേഹത്തെ ഞാൻ നോയിക്കോളാം. ഇത്രയും നാളും എന്നെയും എന്റെ കുഞ്ഞിനെ നോക്കിയതല്ലേ. കണ്ടെങ്കിൽ പൊക്കൂടെ എല്ലാവർക്കും. എന്നാ പിന്നെ ശരി. എല്ലാവർക്കും ഇതേ പറയാനുള്ളൂ. തെറ്റ് ചെയ്തിട്ടുള്ളവർക്കാണോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? തെറ്റ് ചെയ്യുന്നവർക്ക് മാത്രമേ ഇങ്ങനൊരു അപകടം പറ്റാറുള്ളൂ. എന്റെ വെപ്രാളത്തിന് ഞാൻ ആ ഗ്യാസ് അടയ്ക്കാൻ മറന്നുപോയി. അല്ലെങ്കിൽ എന്റെ അച്ചായന് ഇങ്ങനെ. ചിലർക്കറിയേണ്ടത് കീഴ്പോട്ട് എന്തെങ്കിലും മിച്ചം ഉണ്ടോന്നുള്ളതാ. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർക്കെന്താ?